നിയോഗ പ്രാർത്ഥന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, യഹൂദ സ്ത്രീകളിലെ രത്നമായ ദാവീദിന്റെ വംശത്തിന്റെ മഹത്വമാണ് നീ. നിങ്ങളുടെ സൗന്ദര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സാത്താന്റെ രാജ്യം നശിപ്പിക്കാനാണ് നിങ്ങൾ കുറ്റമറ്റ രീതിയിൽ ജനിച്ചത്. ലോകത്തിൽ നിന്ന് പാപത്തിന്റെ അന്ധകാരം നീക്കാൻ ദൈവിക വെളിച്ചമായ ക്രിസ്തുവിനെ നിങ്ങൾ കൊണ്ടുവന്നു. ഓ കളങ്കമില്ലാത്ത കന്യകയും ഏറ്റവും സൗഹാർദ്ദപരവുമായ മാതാവേ, പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ മാതാവായ മേരി എന്ന നിന്റെ മധുരനാമം ഉച്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം നൽകുകയും വെളിച്ചത്തിന്റെയും വിശുദ്ധിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. നൊവേന പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ, യേശുവിന്റെ ഏറ്റവും പരിശുദ്ധമായ അമ്മയാകാൻ നിങ്ങളെ നിത്യതയിൽ നിന്ന് ഏറ്റവും ആരാധ്യരായ തൃത്വത്താൽ തിരഞ്ഞെടുത്തു. നമ്മുടെ ദൈവികനായ ദിവ്യനാഥൻ ഏറ്റവും പവിത്രമായ അവതാരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സന്തോഷത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ എളിമയും അർപ്പണബോധവുമുള്ള ഉപഭോക്താവിനെ എന്നെ അനുവദിക്കൂ. 9 മാസങ്ങളിൽ നിങ്ങൾ അവനെ നിങ്ങളുടെ ശുദ്ധമായ ഗർഭപാത്രത്തിൽ വഹിച്ചു. എന്റെ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയാൽ എനിക്ക് ആ സന്തോഷം പുതുക്കാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ കഴിയണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പീഡിതരുടെ ആർദ്രമായ അമ്മേ, ഈ വിവരണാതീതമായ സന്തോഷത്തെ ഭക്തിപൂർവം അനുസ്മരിക്കുന്നവർക്ക് നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള പ്രത്യേക സംരക്ഷണം എന്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് കീഴിൽ എനിക്ക് അനുവദിക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ബഹുമാനാർത്ഥം അർപ്പിക്കുന്ന ഈ നൊവേനയിലൂടെ നിങ്ങളുടെ മാധ്യസ്ഥത്തിൽ എനിക്കുള്ള സജീവമായ ആത്മവിശ്വാസം തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സ്വീകരിക്കൂ. ആ മാനുഷിക സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ബഹുമാനാർത്ഥം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിങ്ങളുടെ ദിവ്യപുത്രന്റെ വാസകാലത്ത് നിങ്ങളുടെ നിഷ്കളങ്കമായ ഹൃദയം നിറഞ്ഞു. അതിന്റെ ആരാധനയിൽ എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവമാതാവേ, ഗബ്രിയേൽ മാലാഖ് ആദ്യമായി നിങ്ങളെ കൃപ നിറഞ്ഞവൾ എന്ന് വാഴ്ത്തിയ ബഹുമാനത്തോടും ആരാധനയോടും കൂടി ഈ അഭിവാദനങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ആകസ്മിക മഹത്വത്തിന്റെ കിരീടത്തിൽ അവ നിരവധി രത്നങ്ങളായി മാറട്ടെ. അത് വർദ്ധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ലോകാവസാനം വരെ തെളിച്ചത്തിൽ പീഡിതരുടെ സാന്ത്വനമേ, വചനം മാംസമായപ്പോൾ നിനക്ക് ലഭിച്ച സന്തോഷത്താൽ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് ലഭിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ ലക്ഷ്യത്തിനായി നിങ്ങളുടെ ബഹുമാനാർത്ഥം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികളും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എന്റെ എളിമയുള്ള പ്രാർത്ഥനകൾ കേൾക്കാനും എന്റെ അപേക്ഷകൾ നേടിയെടുക്കാനും ഞാൻ ഏറ്റവും താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യേശുവിന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിനായി നിങ്ങളുടേത് എപ്പോഴും ജ്വലിക്കും. ആമേൻ.